ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കുന്നത് 10th പ്രിലിമിനറി എക്സാംസിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം എന്തായാലും നമുക്കിനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. വൺ വേർഡ് മാത്രമല്ല, ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കുകയാണ്. ഓപ്ഷൻസ് കഥകളി, ഓട്ടൻതുള്ളൽ, ചണ്ടാല ഭിക്ഷുകി, കൃഷ്ണദാസ. ഇത്രയും തന്നിട്ടുണ്ട്. അതിന് ഓപ്പോസിറ്റ് ഓപ്ഷൻസ് കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, ചെറുശ്ശേരി, കൊട്ടാരക്കര തമ്പുരാൻ. ഇത്രയുമാണ് നൽകിയിട്ടുള്ളതിൽ. ഇതിൽ കഥകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളത് കൊട്ടാരക്കര തമ്പുരാനുമായിട്ടാണ്. ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാറാണ്. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ്റെ കൃതിയാണ്. കൃഷ്ണഗാഥ ചെറുശ്ശേരിയുടെ കൃതിയാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്ന ആൻസറാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തത്, കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. അടുത്ത്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിനാണ് എന്നാണ് പറയുന്നത്. അത് ശരിയല്ല. ഓപ്ഷൻ മൗണ്ട് എവറസ്റ്റ് ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഈ ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1, 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി എന്ന ആൻസറാണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ്. ആ ഓപ്ഷൻ ശരിയാണ്. അടുത്ത്, കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്നിവ. ആ ഓപ്ഷൻ തെറ്റാണ്. ശബരി, ഇന്ദ്രാവതി എന്നിവ ഗോദാവരി നദിയുടെ പോഷക നദികളാണ്. മൂന്നാമത്തെ ഓപ്ഷൻ, ഉപദ്വീപീയൻ നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന കുറവാണ്. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ 1, 3 ശരി. ഓപ്ഷൻ സി എന്ന ആൻസറാണ് ഇവിടെ ശരിയായി വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. അത് ശരിയാണ്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക. ശരിയാണ്. സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. അതും ശരിയായ ഓപ്ഷനാണ്. അടുത്തത്, പിന്നോക്ക വിഭാഗങ്ങൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇതിന് മുൻകൈ എടുത്തത് അയ്യങ്കാളിയാണ്. അടുത്തത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക പുരോഗതിക്കായി വാദിച്ചത് ഇവർ 3 പേരാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനും ഇദ്ദേഹമാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഏത് പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അലിഗഡ് പ്രസ്ഥാനമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റംഗങ്ങളും ആരെല്ലാമായിരുന്നു? ഓപ്ഷൻ 3 ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ മിഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളുമായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഓപ്ഷൻ തന്നിട്ടുള്ളത് കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള, മലയാളി മെമ്മോറിയൽ. ഓപ്ഷൻസ്, ഇതിലാദ്യം നടന്നത് കുണ്ടറ വിളംബരമാണ്. രണ്ടാമത് നടന്നത് മലയാളി മെമ്മോറിയലായിരുന്നു. മൂന്നാമത് നടന്നത് മാപ്പിള ലഹള. ലാസ്റ്റാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ടുള്ളത്. വർഷങ്ങൾ നമുക്ക് നോക്കാം. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജാനുവരി 11. അത് കഴിഞ്ഞിട്ട് നടന്നത് മലയാളി മെമ്മോറിയലായിരുന്നു. 1891 ജനുവരി 1. മൂന്നാമതായി നടന്നത് മാപ്പിള ലഹള 1921. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവെന്ന് പറയുന്നത് 1924-25 വർഷത്തിലാണ്. അടുത്ത ചോദ്യം,
സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്. അടുത്തത് 1969 ISRO രൂപീകരിച്ചു. അതും ശരിയായ ഓപ്ഷനാണ്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. അത് തെറ്റാണ്. തിരുവനന്തപുരം തുമ്പയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. അടുത്തത് 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ആ ഓപ്ഷനും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി 1, 2, 4 എന്നിവയാണ് ശരി. മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടാണ്. ഒന്നാമത്തത്, 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെൻറ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ശരിയാണ്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അതും ശരിയാണ്. അടുത്തത്, ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. അതും ശരിയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരം ഇല്ല. ഓപ്ഷൻ സി ആണ് ശരിയായ ഓപ്ഷൻ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. നാലാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അടുത്ത ചോദ്യം ഇതാണ്, 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻ ബി 2002 86 ഭരണഘടനാ ഭേദഗതിയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർച്ചയായിട്ടുള്ള വീഡിയോസിലും ഇതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു. ഇനി നമ്മുടെ എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. നമ്മൾ പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കുക എന്നതിലുപരി നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക എന്നതാണ് ഇനി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. കാരണം ഇനി എന്തായാലും നമ്മുടെ എക്സാംസിന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന പരമാവധി സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇനിയുള്ള വീഡിയോസിലും ഞാൻ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും മറന്നു പോകരുതേ. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകൂടാനും മറന്നു പോകരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.